യുവമോർച്ചയുടെ ഒരു പ്രതിഷേധ നാടകം നോക്കണേ. ഇന്നിപ്പോ സർക്കാരിനെതിരെ PSCയുടെ പേരിൽ സമരമാണ് പോലും. നിങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുന്നേ ഉള്ള ഒരു ദൃശ്യം കാട്ടിത്തരാം. ഇതേ നോക്കി, യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെല്ലാം കൂടി പൂക്കി മുഖ്യന്റെ ഓഫീസിൽ പോയി കുടുംബപടം അഥവാ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്ത് പൊടി തട്ടി വെളിയിറങ്ങിയിട്ട് ക്യാമറയും പിടിച്ചു നിർത്തി ആരെ കാണിക്കാനാണ് ഈ പ്രതിഷേധ നാടകം? പാലക്കാട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധ പ്രകടനമാണ്. PSC അനുമതിക്കാരെ തുറങ്കിലടയ്ക്കാൻ ആവശ്യമായിട്ട് നമ്മുടെ പാലക്കാട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമാണ്. ഇടതനായാലും വലതനായാലും സർക്കാരുകൾ മാറി മാറി വന്നാലും PSCയിൽ യുവാക്കൾക്ക് രക്ഷയില്ല. സമരം കാണാൻ ഡിവൈഎഫ്ഐക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും കഴിയില്ല. കാരണം അവൻ ഇവിടെ അഴിമതി നടത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിന് കാണുന്നത്. കാലാകാലങ്ങളായി പഠിച്ച് PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റില് നാളെ നിയമനം കിട്ടും, മറ്റന്നാൾ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവരുടെ ഏജ് ബാർ വന്ന് ജോലി കിട്ടാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. പിണറായി സതീശൻ കമ്മീഷൻ എന്ന് തന്നെ പറയാം. കാരണം പിണറായിയും സതീശനും മാറി മാറി വന്നാലും അവരുടെ കമ്മീഷൻ മാത്രം കറക്റ്റായി കിട്ടുന്ന ഒരു സംഭവമായിട്ട് PSC എന്നുള്ള കാര്യം ഇവിടെ നടന്നുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ PSC വഴിക്ക് ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയുമായിട്ട് നടക്കുന്ന സമയത്താണ് കേരളത്തിലെ യുവാക്കളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് രണ്ട് മുന്നണികളും PSCയെ ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മാറ്റുന്നത്. പറയുന്നയും ചെയ്യുന്നയും പ്രവൃത്തിക്ക് ഒരു അന്തസ് വേണ്ടേ? ഇന്നലെ ഒപ്പം പോയിരുന്ന് പൂക്കിയേട്ടാ സെൽഫി എടുക്കട്ടെ പൂക്കിയേട്ടാ തുടങ്ങി രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിന്ന് സെൽഫി എടുത്തിട്ട് ഇന്ന് ഇങ്ങനെ ചാനലുകളെ വിളിച്ച് ഞങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് കാട്ടുന്നത് ആരെ പറ്റിക്കാനാണ്? ഈ നാട്ടിലെ ജനങ്ങളെല്ലാം അത്ര മണ്ടന്മാരാണോ? ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇന്നലെ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളെല്ലാം നേരെ പൂക്കി മുഖ്യനെ വിളിച്ചുടനെ വരൂ മക്കളെ ഇപ്പൊ ഇത് നിങ്ങളുടെ ഓഫീസാണ്, നിങ്ങൾക്ക് ഏത് സമയവും ഇവിടെ കടന്നു വരാമെന്ന നിലയ്ക്ക് പൊടുന്നനെ KSU നേതാവായിട്ടുള്ള അലോഷി സേവ്യറിനെ പോലും കൊടുക്കാത്ത അനുവാദം യുവമോർച്ചക്കാർക്ക് കൊടുക്കുന്നു. വരുന്നു, അവർ തമ്മിൽ സൊറ പറയുന്നു, കുശലമെടുക്കുന്നു, സെൽഫി ഫോട്ടോഷൂട്ട് നടത്തുന്നു. എന്നിട്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ കലിപ്പാണെന്ന് കാണിക്കാൻ ഇടയ്ക്ക് ആ ക്യാമറകളെ വിളിച്ചൊരു പ്രതിഷേധമൊക്കെ നടത്തിയേക്കണേ. എന്നാലേ ഈ നാട്ടിലെ മണ്ടന്മാരായിട്ടുള്ളവർ വിചാരിക്കൂ നമ്മൾ തമ്മിൽ വലിയ പോട്ടിയാണെന്ന്. ഇമാതിരി ഊളത്തരത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് യുവ മോർച്ചക്കാരെ അറിയിക്കുകയാണ്. വെറും മോർച്ച കേസുകളാണെന്ന് ഇമാതിരി ഉടായ്പ സമരം കൊണ്ട് തെളിയിക്കപ്പെടുകയാണ്. ഒരിടത്ത് കല്യാണം, മറ്റൊരിടത്ത് പാലുകാച്ച് എന്ന് പറയും പോലെ ഒരിടത്ത് കൂടിക്കാഴ്ചയും ഫോട്ടോഷൂട്ടും മറ്റൊരിടത്ത് പ്രതിഷേധമാണത്രേ. ഇത് ആരെ പറ്റിക്കാനാണ് സാറന്മാരെ ഈ പൂക്കി ഏർപ്പാടുമായിട്ട് സവർണ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? മേനോനുമായിട്ട് ആത്മബന്ധം സൂക്ഷിച്ചിട്ട് ഞങ്ങൾ മേനോനെതിരെ സമരം ചെയ്യുന്നു എന്ന് സവർണ കുഞ്ഞുങ്ങൾ കാട്ടിയാൽ ഞങ്ങൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.